ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് തുറ ഇന്ന് ഇവിടെയാണ്. അപ്പം ഇന്ന് ഇവിടെ എന്തൊക്കെ തരം ഫുഡുകളാണ് നോമ്പ് തുറക്കാനത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് നോമ്പറക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പം സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇവിടെ വന്ന് ഇവിടെയുള്ള പുറം ഭാഗത്തുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. പെർഫ്യൂം കളർ ഊതേൻ്റെ അത്തർ. അതുപോലെ മർക്കസിൽ അതൊരു കുതിര സവാരി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാ നമുക്കത് അവിടെ ഒരു കുതിരനെ കാണാൻ പറ്റും. ഉണ്ടോ? ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കുതിര സവാരി ഉണ്ട് ഇവിടെ. ഇപ്പോൾ 150 രൂപ കേട്ടോ കുതിര സവാരി. ചിക്സി ഫ്രൈഡ് ചിക്കൻ. ഒരുപാട് ജ്യൂസ് കടകളും ബർഗർ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഐശ്വര്യ ഇത് പിന്നെ റമദാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേരളത്തിൽ നിർബന്ധമായിട്ടുള്ളൊരു സ്ഥാനമാണത്. ഇവിടുത്തെ ഒരു പ്ലാൻ. നമ്മൾ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നും എടുക്കുന്ന സ്ഥലമാണ്, ഉള്ളിലാണ്. ഇവിടാണ് ചെരുപ്പൊക്കെ അയച്ചേക്കുന്നത്. ഫുള്ളായിട്ട് ബാത്റൂമാണ്. നമ്മൾ ബാത്റൂമിൽ പോകാനൊന്നുമില്ല, നമ്മൾ നേരെ ഒന്നെടുത്തിട്ട് പള്ളിയിലേക്ക് പോകാണ്. ഇപ്പോൾ പള്ളീൻ്റെ താഴത്തുള്ള ഭാഗമാണ്. ഇവിടെ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നുണ്ട്, കുറേ പേര് നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ നേരെ മുകളിലേക്ക് പോകാണ് കേട്ടോ. നോമ്പ് തുറപ്പിക്കലാണ്. എക്സ്പെൻസ് ഫോർ 1500 ഇന്ത്യൻ റുപ്പീസ്. ഇഫ്താറിലേക്ക് ഈത്തപ്പഴം നൽകാം. മാഷാ അല്ലാഹ്. മീൻ മസ്ജിദിൻ്റെ ഉൾഭാഗത്തെത്തിയിട്ടോ. أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحاضرين أنت هاد وصفي يا حبيبي. ഇവിടാണ് ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുള്ള. മാഷാ അല്ലാഹ് നോമ്പ് തുറക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഉള്ളിൽ മന്തിയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ 4 ആൾക്ക് ഇരിക്കാനുള്ളത് സെറ്റപ്പ്. ഒരു ജഗ് വെള്ളം, അതിൽ ഫ്രൂട്ട്സ്, കാരക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഭക്ഷണങ്ങൾ കണ്ടില്ല നേരത്തെ. അതുപോലെ തന്നെ അവിടെ സപ്ലൈ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇതിന് കൂടെ സഹായത്തിന് നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് വളണ്ടിയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ ഏരിയ മാത്രമല്ല കേട്ടോ ഉള്ളത്. അതുപോലെ ആ ഭാഗത്തേക്ക് അതേമാതിരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഫുള്ള് എല്ലാ ഭാഗത്ത് നടക്കേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു ഏരിയ മാത്രം കാണിച്ചു തരുന്നത്.
آله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. عليك توكلت وأنت رب العرش العظيم وقدر ذاك. اللهم إني أسألك العافية. മാഷാ അല്ലാ, ഭക്ഷണങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈമാറിയിട്ടാണ് പോകുന്നത്. وأعوذ بك من شر هذه. لك الحمد ولك الشكر على ذلك. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه ومداد كلماته. لا إله إلا الله وحده لا شريك له له الملك وله الحمد. أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء. أنت في الوجدان حي أنت للعينين ضي أنت عند الحاضرين أنت هاد وصفي. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായി, ഏകദേശം ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറന്ന ഐറ്റംസ്. കാരക്ക, ഇത് മന്തി അല്ലടാ, മന്തി, ബീഫ് മന്തി, വത്തക്ക, മുന്തിരി, ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഐറ്റംസാണുള്ളത്. ഇൻഷാ അല്ലാ അപ്പോൾ ഇനി നോമ്പ് തുറന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة. نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء. أنت في الوجدان حي أنت للعينين ضي أنت عند الحاضرين. اللهم اجعلنا واجعل صحبتنا لنا ഇപ്പോൾ നമ്മളിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞത് പുറത്തിറങ്ങിയതാണ്. 2-3 സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം നല്ല ചായയൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. പിന്നെ ഭക്ഷണം എല്ലാം റാത്തായി, നിസ്കാരമൊക്കെ റാത്തായിട്ട് കഴിഞ്ഞ് അൽഹംദുലില്ലാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോയുടെ അതിൻ്റെ പെയ്യാണ്. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞാനും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.